ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായമായിട്ടുള്ള ഡെസിമൽ ഫോം ദശാംശ രീതികളിലെ പേജ് നമ്പർ 76 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ 3 ചോദ്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഗിവൻ ദാറ്റ് 1, 2, 3, 4 into 56 equal to 69,104 എന്ന് വാല്യൂ വന്നിട്ടുണ്ട്. അതിൽ 2 ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം 1.234 into 56, ഈ 4 നമ്മൾ എന്ത് ചെയ്യണം, ഈ ഉത്തരം ഉപയോഗിച്ചിട്ട് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കി നോക്കൂ, ഇത് രണ്ടും തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടുന്നത് 69,104. ഇവിടെ പോയിന്റ് നോക്കുക, എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്? 3 സ്ഥാനം. ഉത്തരത്തിൽ എത്ര സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക? 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. രണ്ടാമത് നോക്കി നോക്കൂ, ഇത് രണ്ടും തമ്മിൽ ഗുണിച്ചാലുള്ള ഉത്തരം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, 69,104 എന്ന് തന്നിട്ടുണ്ട്. അത് എഴുതുക. ഇവിടെ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് എണ്ണുക? ഇവിടെ 2, ഇവിടെ എത്രയോ ബാക്കിൽ നിന്നാണ് നമ്മൾ എണ്ണേണ്ടത്. ഇവിടെ 2, ഇവിടെ 1, ടോട്ടൽ എത്ര? 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. ഇതിൽ നോക്കി നോക്കൂ, ഉത്തരം വീണ്ടും എഴുതുക. ഗുണിച്ച് നോക്കാണ്ട് ചെയ്യണം നമ്മൾ, അതിനാണ് ഇവിടെ ഉത്തരം തന്നിരിക്കുന്നത്. ഇവിടെ 1 സ്ഥാനം കഴിഞ്ഞിട്ട്, ഇവിടെ 3 സ്ഥാനം കഴിഞ്ഞിട്ട്, അപ്പോൾ മൊത്തം 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടു. ഇതിലാണെങ്കിലോ അതിൻ്റെ ഉത്തരം വീണ്ടും എഴുതുക. ഇവിടെ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്? 3. അപ്പോൾ 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പം നമ്മൾ ഒരേ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് പല രീതികളിൽ പോയിന്റ് ഇടുന്ന രീതി കണ്ട, പല രീതിയിൽ പോയിന്റ് ഇട്ടപ്പോഴും നമുക്ക് എന്താണ് സെയിം ഉത്തരം തന്നെ കിട്ടി. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് 6.9104 എന്ന് ആൻസർ കിട്ടണം. അപ്പോൾ അതിന് ഈ പ്രൊഡക്റ്റ്, അതായത് ഉത്തരം തന്നിട്ടുണ്ട്, ഈ പല രീതിയിൽ ഈ പ്രൊഡക്റ്റിനെ എങ്ങനെയെല്ലാം മാറ്റി എഴുതാമെന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം ഞാൻ ഒന്നാമത്തിൽ ഇങ്ങനെ എഴുതുന്നത് ഒരു 4 സ്ഥാനം കഴിഞ്ഞിട്ട് നമുക്ക് പോയിന്റ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്പർ ഞാൻ 0, 1, 2, 3, 4 into 56 എന്ന് എഴുതി. നമുക്ക് ഉത്തരം വേണ്ടത് 6.9104 ആണ്. അപ്പോൾ എത്ര സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ്? 4. അപ്പോൾ ഞാൻ ഇവിടെ 4 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് ഒരു 0 ചേർത്ത്. അപ്പോൾ നമുക്ക് ഇതേ ഉത്തരം തന്നെ കിട്ടും, 4 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റായി. ഇനി രണ്ടാമത്തതിൽ ഞാൻ 1, 2, 3, 4 into 56 എന്ന് എഴുതി. നമുക്ക് 4 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 സ്ഥാനം കഴിഞ്ഞിട്ടും ഇവിടെ 1 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റായി. അപ്പോൾ ആകെ എത്ര സ്ഥാനമായി? 4 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റായി അല്ലേ. ഇനി നമുക്ക് അടുത്ത് നോക്കിയാലോ, മൂന്നാമത്തതിൽ ഈ സംഖ്യ ഞാൻ വീണ്ടും എഴുതി. 1, 2, 3, 4 into 56 അല്ലേ. അപ്പം നമുക്ക് എത്ര സ്ഥാനം കഴിഞ്ഞാൽ പോയിന്റ്? 4. അപ്പോൾ ഇവിടെ ഞാൻ 2 സ്ഥാനം കഴിഞ്ഞിട്ടും ഇവിടെ 2 സ്ഥാനം കഴിഞ്ഞിട്ടും പോയിന്റ് ഇട്ട് ഫ്രണ്ടിൽ എന്ത് ചെയ്ത് ഒരു 0 ചേർത്ത്. അപ്പോൾ നമുക്ക് 6.9104 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്തത് വേറെ രീതി ചെയ്ത് നോക്കാം. മൊത്തം എത്രയാണ്? 4 സ്ഥാനം കഴിഞ്ഞിട്ട് നമുക്ക് പോയിന്റ് വരുന്നത്. അപ്പോൾ നാലാമത്തത് 1, 2, 3, 4 into 56 എന്ന് എഴുതി. അപ്പോൾ 4 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് കിട്ടാൻ ഇവിടെ ഞാൻ 1 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം. ഉത്തരത്തിൽ എത്ര വരണം? 4 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് വന്നാൽ മതി. ഇനി ഇവിടെ 1 ഇട്ട് കഴിഞ്ഞാൽ ബാക്കി എത്ര? 3. അപ്പോൾ 1, 2 സംഖ്യ ഇല്ലെങ്കിൽ അവിടെ 0 ഇടുക. അപ്പോൾ 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക, 0 ഇട്ട്. അപ്പോൾ ഇവിടെ 3 സ്ഥാനം, ഇവിടെ 1 സ്ഥാനം, ആകെ എത്രയായി? 4 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റായി. ഇപ്പോൾ 6.9104 എന്ന് ഉത്തരം കിട്ടി. ഇനി വേറെ ഒരു 5ാമത്തെ കൂടി എഴുതുന്നുണ്ട്. 1, 2, 3, 4 into 56 എന്ന് എഴുതി. എത്ര സ്ഥാനം കഴിഞ്ഞിട്ട് നമുക്ക് പോയിന്റ് വേണ്ടത്? 4 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് വേണം. അപ്പോൾ ഞാൻ ഫുൾ പോയിന്റ് ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ 2 സംഖ്യ ഉണ്ട്, അപ്പോൾ ഒരു സംഖ്യ കൂടി 3, 4 പോയിന്റ് ഇട്ട് ഫ്രണ്ടിൽ ഒരു 0 ചേർത്ത്. അപ്പോൾ ഇവിടെ എത്ര സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റായി? 4 സ്ഥാനം. അപ്പോൾ 6.9104 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റും നോക്കണം. പല രീതികൾ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ തന്നെ ഉത്തരങ്ങൾ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി, പോയിന്റുകൾ ഇടുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി 5 എണ്ണമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ 5 എണ്ണം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ദ ഫോളോയിങ് പ്രൊഡക്റ്റ് how many of them given the same product 1.234 into 5.67. അതായത് ഇത് രണ്ടും തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ
കിട്ടുന്ന ഉത്തരത്തിനാണ് സെയിം ആയിട്ട് ഇതിൽ ഏതൊക്കെ വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഗുണിച്ച് നോക്കാണ്ട് നമ്മൾ ചെയ്ത് നോക്കണം. അപ്പം അത് നോക്കി നോക്കുക. ഇവിടെ 3, ഇവിടെയോ 2 ബാക്കിൽ നിന്ന്. അപ്പോൾ 5 ഡെസിമൽ പ്ലേസ് ആണുള്ളത്, 5 ദശാംശ സ്ഥാനം അല്ലേ. അപ്പോൾ ഇതിൽ 5 ദശാംശ സ്ഥാനം വരുന്നത് ഏതാണോ അതായിരിക്കും ഇതിന് ഈക്വൽ ആയിട്ട് വരുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നോക്കി നോക്ക്. ഇവിടെ 3 എണ്ണം, ഇവിടെ 2 എണ്ണം. എത്ര ഡെസിമൽ ഉണ്ട്? 5 ഡെസിമൽ. ഇവിടെ നോക്കുക, ഇവിടെ 3 എണ്ണം, ഇവിടെ ആകെ 3 ഡെസിമലേ ഉള്ളൂ അല്ലേ. അപ്പം 3 ഡെസിമൽ. ഇവിടെയോ, ഇവിടെ 4ഉം 2ഉം 6 ഡെസിമൽ. ഇവിടെ 3ഉം 1ഉം 4 ഡെസിമൽ, 4 ദശാംശ സ്ഥാനം. ഇവിടെയോ 1ഉം 4ഉം 5 ഡെസിമൽ അല്ലേ. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനോട് തുല്യമായിട്ട് വരുന്നത് ഏതാണെന്നാണ്. ഇവിടെ 5 വരണം. അപ്പോൾ 1-ാമത്തെയും അതുപോലെ തന്നെ 6-ാമത്തെയും 1-ാമത്തെയും 6-ാമത്തെയാണ് ശരിയായിട്ട് വരുന്ന ഉത്തരം. ഇനി 3-ാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം എന്ത് ചെയ്യാം, വായിക്കാം. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ദി ഫോളോയിങ്. അതായത് താഴെ കൊടുത്തിരിക്കുന്നവർ ചെറുതും വലിയ പ്രൊഡക്റ്റും ചെറിയ പ്രൊഡക്റ്റും ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മൊത്തം 5 ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഇവിടെ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്? 2 സ്ഥാനം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 2 സ്ഥാനം കഴിഞ്ഞിട്ടാണെങ്കിൽ 100 അല്ലേ. അപ്പോൾ 11/100. ഒരു സ്ഥാനമാണെങ്കിലോ 10 ഇൻറ്റു 11/100. 11 × 11 ഗുണിച്ചാൽ നമുക്ക് 121 എന്ന് കിട്ടും. ബൈ ഇവിടെ എത്ര സ്ഥാനം ആകെ എത്ര? 1 × 1 1. ആകത്തെ സീറോസ് 4 സീറോസ്. ഇനി എന്ത് ചെയ്യുക, പോയിന്റ് ഇടുക. ഈ 121 എഴുതുക. എന്നിട്ട് 1 2 3 4 ബാക്കിൽ നിന്ന് എണ്ണുക. 1 2 3 4 പോയിന്റ് ഇടുക. ഇവിടെ ഒരു 0 ഇടുക. ഇതാണ് 1-ാമത്തെ ഉത്തരം. 2-ാമത് നോക്കി നോക്കാം. 2-ാമത്തിൻ്റെ ഉത്തരം 1.1 × 1.1. അപ്പോൾ ഒരു സ്ഥാനം കഴിഞ്ഞിട്ടല്ലേ പോയിന്റ്. അപ്പോൾ 11/10 × 11/10. 11 × 11 അവിടെ എഴുതി വയ്ക്കാം. 11 × 11 11 × 11 എത്രയാണ്? 121. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ 11 × 11 ഗുണിക്കുക, ശേഷം പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ 11 × 11 11 × 11/10 × 10 ഈക്വൽ ടു 11 × 11 121/100 ഈക്വൽ ടു 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് എന്ത് പോയിന്റ്. അപ്പോൾ 121 എഴുതി 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. ഇനി 3-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 3-ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.01 × 1.01 എന്നാണ്. അപ്പോൾ അതായത് 101ഉം 100ഉം തമ്മിലാണ് ഗുണിക്കുന്നത്. 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് രണ്ടോടത്തും. അപ്പോൾ 101/100 × 101/100. അപ്പോൾ 101 × 101 ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഗുണിച്ച് കഴിഞ്ഞാൽ 10201 എന്ന് ഉത്തരം കിട്ടും. ബൈ 1 × 1 1 4 സീറോസ് ഇട്ട് കൊടുക്കുക. ഇനി 10201 എന്ന് എഴുതി 4 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. 1 2 3 4 4 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടു. അപ്പോൾ ഉത്തരം കിട്ടി. ഇനി അടുത്ത് നോക്കിയാലോ. അടുത്തത് 1.101. അപ്പോൾ ഈ പോയിന്റ് ഒഴിവാക്കിയത് എത്ര വായിക്കും നമ്മൾ? 101 ഇൻറ്റു ഈ പോയിന്റ് ഒഴിവാക്കിയ 11. ഇവിടെ എത്ര സ്ഥാനം കഴിഞ്ഞാൽ പോയിന്റ്? 3. അപ്പോൾ 3 സ്ഥാനമാണെങ്കിൽ 1000 ബൈ 11. ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് 10. അപ്പോൾ ഈക്വൽ ടു 101 × 11/1 × 1 1. ആകെ എത്ര സീറോ ഉണ്ട്? 1 2 3 4 1 2 3 4 ഈക്വൽ ടു 101 × 11 ഗുണിച്ച് കഴിഞ്ഞാൽ 1111 ബൈ 10,000 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യുക? ഇവിടെ മേലത്തെ ഉത്തരം അതുപോലെ എഴുതിയിട്ട് 4 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ 1 2 3 4 പോയിന്റ് ഇടുക. ഫ്രണ്ടിലൊരു 0 ചേർക്കുക. ഇതാണ് 4-ാമത്തെ ചോദ്യം. 5-ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയിന്റിൽ എത്ര വായിക്കുക? 101 ബൈ ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുമ്പോൾ 10 ഇൻറ്റു ഇവിടെ പോയിന്റിൽ എത്ര വായിക്കും നമ്മൾ? 101 ബൈ 3 സ്ഥാനം കഴിഞ്ഞിട്ടാണ്
പോയിന്റ്. അപ്പോൾ 1 2 3 സ്ഥാനം 1000. ഇനി 101 ഇൻറ്റു 101 ബൈ 1 ഇൻറ്റു 1 1 1 2 3 4 0 1 2 3 4 0. അപ്പോൾ 101 101 10201 ബൈ 10000 4 സീറോസ് ഇടുക. ഇനി എന്ത് ചെയ്യുക, ഈ ഉത്തരം മേലത്തെ ന്യൂമറേറ്ററിലെ ഉത്തരം അതുപോലെ എഴുതുക. 4 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ ഇവിടെ 4 സീറോസാണുള്ളത്. അപ്പോൾ 1 2 3 4 4 സീറോസ് ആകുമ്പോൾ ബാക്കിൽ നിന്ന് 4 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ 1 2 3 4. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 1.0201. അപ്പോൾ നമുക്ക് മൂന്നാം ചോദ്യത്തിൽ ചെയ്ത്. അപ്പോൾ അത് ചോദിച്ചിരിക്കുന്നത് ലീസ്റ്റ് പ്രൊഡക്റ്റും അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് പ്രൊഡക്റ്റും ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലീസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് ലീസ്റ്റ് പ്രൊഡക്റ്റും ഏതൊക്കെയാണ്? ലീസ്റ്റ് പ്രൊഡക്റ്റിൽ ഏറ്റവും ചെറിയ വാല്യൂ ആയിട്ട് വരുന്നത് ഏതാണ്? 0. നമുക്ക് 0. ഇതാണ്. അപ്പോൾ 0.11 ഇൻറ്റു ലാർജസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ലാർജസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നോക്കൂ. ഏതാണ്? ഇതായിരിക്കും എന്ന് തോന്നുന്നു. സംഖ്യ നോക്കട്ടെ. ലാർജസ്റ്റ് പ്രൊഡക്റ്റ് 1.021. ഇവിടെ 1 പോയിന്റ്, ഇവിടെ 1 2 3 4 1.0201. ലീസ്റ്റ് പ്രൊഡക്റ്റ് 0.11 ഇൻറ്റു 0.11 അതായത് ഈക്വൽ ടു 0.0121. 0.0121. ലീസ്റ്റ് ഏതൊക്കെ വരിക? ലീസ്റ്റ് 0.0121ഉം ഗ്രേറ്റസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് പ്രൊഡക്റ്റ് പറഞ്ഞാൽ 1.21. കണ്ട, ഈ 1.21 ആയിരിക്കും ഏത്? ഗ്രേറ്റസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഏതാ? ലീസ്റ്റ് പ്രൊഡക്റ്റും ഗ്രേറ്റസ്റ്റ് പ്രൊഡക്റ്റും. ഗ്രേറ്റസ്റ്റ് ഈക്വൽ ടു ഇതാണ് രണ്ടാമത്തത് 1.1 ഇൻറ്റു 1.1 ഈക്വൽ ടു 1.21. ഇതായിരിക്കും ഏത്? ലീസ്റ്റും ഗ്രേറ്റസ്റ്റും ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ 3 ചോദ്യങ്ങളാണ് ഇപ്പോൾ ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അടുത്ത ഭാഗം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.